ഹായ്, ദിവസവും മത്തി മുളകിട്ടതും പൊരിച്ചതും കൂട്ടി മടുത്തില്ലേ? ഇന്ന് നമുക്ക് മത്തി പീര വറ്റിക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഉപ്പ്, ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അരയ്ക്കണ്ട കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ചതച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എന്നിവ റെഡിയാക്കി വെക്കാം. 2 കുടംപുളി കൂടി വെള്ളത്തിലിട്ടോളേ. ഇനി നമുക്ക് മത്തി മുറിച്ചെടുക്കാം. അതിൽ നിന്നും ചെറിയ മത്തി നോക്കിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ 2ആയിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം. ആദ്യം മത്തി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ഒപ്പം തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, ചതച്ച ഉള്ളി എന്നിവ ആ പുളി വെള്ളം ചേർത്ത് നന്നായി തിരുമുക. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് കുറച്ച് കുടംപുളി അവിടെ ഇവിടെയായി ഒളിപ്പിച്ച് വെക്കാം. അവൻ അവിടെ ഇരുന്ന് നന്നായിട്ട് പുളി ഇറങ്ങട്ടെ. അല്ലെങ്കിലും പീര വറ്റിക്കാനൊക്കെ കുടംപുളി തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. മീൻ ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി വീണ്ടും മൂടി വെച്ച് നന്നായി വേവിക്കാം. ഇതാ നമ്മുടെ മത്തി പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.